ഹലോ ലേണേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ AEC, അതായത് നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് AEC ടെക്സ്റ്റ് ബുക്ക്, ഓക്കെ, കോമൺ ഇംഗ്ലീഷ് AEC കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് കുട്ടികളുടെ നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ വരുന്ന സെക്കൻഡ് ചാപ്റ്റർ 15 ഇയേഴ്സ്, ഓക്കെ, റിട്ടൺ ബൈ R.K. നാരായൺ. ആ ഒരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് R.K. നാരായൺ 15 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ, അതാണ് നിങ്ങളുടെ ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ വീഡിയോ നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇവിടെ ഓത്തറിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഓത്തറിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബുക്കിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഓത്തറിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ബുക്കും ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ടെക്സ്റ്റാണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അത് ഈ ചാപ്റ്ററിലോട്ട് നമുക്ക് പോവാം. 15 ഇയേഴ്സ് R.K. നാരായൺ എഴുതിയ എസ്സേയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും ശ്രദ്ധിച്ചിരിക്കാം. ലൈൻ ബൈ ലൈൻ സമ്മറിയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ ഔട്ട്ലൈൻ ഞാൻ പറയാം. അതായത് ഈ ഒരു എസ്സേ എന്ന് 15 ഇയേഴ്സ് R.K. നാരായൺ എഴുതിയ എസ്സേ എന്ന് പറയുമ്പോൾ ഇതിൽ ഇംഗ്ലീഷിൻ്റെ സ്റ്റേറ്റസ്, ഓക്കെ, ദ ലാംഗ്വേജ് ഇംഗ്ലീഷിൻ്റെ സ്റ്റേറ്റസ് ആണ് ഇതിൽ പറയുന്നത്. ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇംഗ്ലീഷ് പറഞ്ഞ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന മുമ്പും ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷം ടിൽ നൗ, ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ സ്റ്റേറ്റസും അതിൻ്റെ ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ്, ഇതൊക്കെ എങ്ങനെയാണ് ഉള്ളത് സിറ്റിസൻസിൽ. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു എസ്സേയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് ഈ ഒരു എസ്സേയിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് നോക്കാം. ലാംഗ്വേജ് ഹാസ് ബിക്കം എ പ്രൊഫൻറ്റ്ലി എംബ്രേസിങ് സബ്ജക്റ്റ് നൗ ഡേയ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പോയിന്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ ലാംഗ്വേജ്, ഇവിടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും, അതായത് നമുക്കൊരു മദർ ടങ് അല്ലാതെ ഏതൊരു ലാംഗ്വേജ് ആണ് പഠിക്കാനും ഇല്ലെങ്കിൽ ബാക്കി മുമ്പിൽ സംസാരിക്കാനും ഒക്കെ നമുക്ക് കുറച്ചൊരു എംപ്രേസിങ് അല്ലെങ്കിൽ ഷൈനസ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യാറുണ്ട് ചില പേര്. ഓക്കെ, അപ്പോൾ അതിൽ വൺ ഓഫ് ദ ലാംഗ്വേജാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ അതേപോലെ ചില പേർക്കൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, പെയിൻ ഇൻ ദ നെക്ക്. ഓക്കെ, ഒരു നെക്കിൽ പെയിൻ ഉള്ള എങ്ങനെയാണ് അതുപോലെ നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ വന്നിട്ട് ഓത്തർ പറയുന്നത്. ഓക്കെ, അതേപോലെ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ എന്താണ് അതിന് ലിസണിങ്ങും റീഡിങ് റൈറ്റിങ്ങും സ്പീക്കിംഗ് എല്ലാം നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ലാംഗ്വേജ് ഫുള്ളായിട്ട് നമുക്ക് അറിയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഏതൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ നീഡ്, അതായത് അത് കുറച്ചുകൂടി ഒരു എൻജോയ് ചെയ്തിട്ടൊന്നും ഇന്നത്തെ ആൾക്കാർ ലാംഗ്വേജ് പഠിക്കുന്നില്ല. അതിന് നീഡ്, ഇത് ജോബിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മാത്രമേ വിചാരിച്ചിട്ട് ഇന്നത്തെ ആൾക്കാർ ലാംഗ്വേജ് പഠിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടൊരു ഒരു ബ്യൂട്ടിഫുൾനെസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടൊരു സ്റ്റൈലുണ്ട്. അപ്പം അതൊന്നും അല്ല ആൾക്കാർക്ക് ആവശ്യം. അവർക്ക് എന്താ ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അപ്രീഷിയേറ്റ് ഒന്നും ആരും ചെയ്യുന്നില്ല. നമുക്ക് അതൊന്നും തന്നെ അവർക്ക് നോട്ട് വാണ്ടിങ് ഇറ്റ്. ഓക്കെ, അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് എന്താ എക്സാം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ അതിനൊന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രം ലാംഗ്വേജസ് നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ലാണ്ട് എത്രയോ റൈറ്റേഴ്സൊക്കെ ചെറിഷ് ചെയ്ത്, അതായത് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കോട്ട്, ഓക്കെ, ചാൾസ് ഡിക്കൻസ് ആണെങ്കിലും. അപ്പോൾ ഇവരൊക്കെ ആ ലാംഗ്വേജ് ഒന്നും കൂടി അക്കംപ്ലീഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫുള്ളി എൻജോയ് ചെയ്തിട്ടായിരുന്നു അവർ ഓരോ വർക്ക്സും ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല എന്നാണ് ഈ ഫസ്റ്റ് പോയിൻ്റ് കൊണ്ട് നമ്മുടെ റൈറ്റർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് പാരഗ്രാഫിൽ ഇൻ ദ മാറ്റർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ടു യങ് മാൻ ഹു കുഡ് ഡ്രാഫ്റ്റ് ഇംഗ്ലീഷ് ലെറ്റർ വിത്ത് ഈസ് ആൻഡ് കോൺഫിഡൻസ് ടു എ ബെറ്റർ ചാൻസ് ഓഫ് ബീങ് എംപ്ലോയിഡ്. ഓക്കെ, അതായത് ഒരു ലാംഗ്വേജ് നല്ലപോലെ പ്രൊഫഷൻസി ഉള്ള ഒരാൾ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷിന് എടുക്കാം. ഓക്കെ, ഇതിൽ ഇംഗ്ലീഷാണ് മെയിനായിട്ട് പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷിൽ എടുക്കാം. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരാൾ ഒരു ഇൻ്റർവ്യൂ പോകുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടാണ് ആ ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും ഒരു ലെറ്റർ എഴുതാനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈസി ആയിട്ട് അവർക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇതേ സമയത്ത് റീജിയണൽ ലാംഗ്വേജ് മാത്രം അറിയാം, അത് നമ്മുടെ ഇപ്പോൾ
എന്താ പറയുക നമ്മുടെ തമിഴ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തെലുങ്കു കന്നഡ അങ്ങനെ റീജിയണൽ ലാംഗ്വേജസ് മാത്രം അറിയുന്ന ഒരാൾക്കും ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്ന ആൾക്കും ആ ഒരു ഇൻ്റർവ്യൂ ടൈമിൽ നമുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം എഴുതുന്ന സമയത്ത് അവർക്ക് ആ ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, റീജിയണൽ ലാംഗ്വേജ് ആവശ്യമാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് എന്ന ഗ്ലോബൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതും നമ്മൾ റീജിയണൽ ലാംഗ്വേജ് എങ്ങനെയാണോ നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഫഷൻ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ചെറിയ നമ്മൾ പഠിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇംഗ്ലീഷിന് കൊടുക്കണം എന്നാണ് അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, ഇഫ് ഐ ഹാഡ് ഓൺലി ലേൺ ഇംഗ്ലീഷ് വുഡ് ഹാവ് കോൺക്വയർഡ് ദ വേൾഡ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ വേൾഡ് തന്നെ കോൺക്വയർ ചെയ്യാൻ പറ്റും, കീഴടക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഒരു ഒറ്റ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് തന്നെ കോൺക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ സ്റ്റേറ്റസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റാൻസിൽ പറയുന്ന കാര്യം, അതായത് ദിസ് മേ നോട്ട് ബി എ കംഫർട്ടബിൾ മെമ്മറി ഫോർ എനിവൺ നൗ ബട്ട് ഇറ്റ് വുഡ് ബി ഫോൾസ് ടു പ്രിറ്റൻഡ്. ഓക്കെ, അതായത് നമ്മൾ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നമ്മൾ പ്രാക്ടിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ യൂസേജസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളത് എന്താണ് ഡിഡ് നോട്ട് എക്സിസ്റ്റ് അറ്റ് വൺ ടൈം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എടുക്കാറില്ല, ചിലപ്പോൾ ഒരു യൂസ് അല്ലെങ്കിൽ ഒരു യൂസേജ് മാത്രമായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്ന മുമ്പ് അത് വന്നിട്ട് അതിൻ്റെതായ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഇമ്പോർട്ടൻസോ ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന മുമ്പ് ഇംഗ്ലീഷ് എങ്ങനെയാണോ അതല്ല ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷമുള്ളൊരു ഇംഗ്ലീഷ്. ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഫേസസ്. ഓക്കെ, അതെന്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നാഷണൽ പ്രോപ്പർട്ടി ആയിട്ടോ ഇല്ലെങ്കിൽ പ്രസ്റ്റീജ് ആയിട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിനെ അബോളിഷ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നാഷണൽ പ്രൊപ്പർട്ടി ആണ്, അതേപോലെ പ്രസ്റ്റീജാണ്, പ്രൈഡായിട്ടുള്ള ലാംഗ്വേജസ് ആണ്. എന്നാൽ പോലും എന്താണ് അത് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ ഇംഗ്ലീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ ലാംഗ്വേജ് ഹാസ് എ സൈറൻ ലൈക്ക് ചാം ആൻഡ് ലോട്ട് ഓഫ് പെർസിസ്റ്റൻസ് ആൻഡ് കംസ് അപ്പ് അഗെയിൻ ആൻഡ് ഡിമാൻഡ്സ്. ഓക്കെ, ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പറയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെ ഡിമാൻഡ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഓക്കെ, ഡിമാൻഡ് ഹാസ് ബീൻ ഇൻക്രീസിങ് ഡേ ബൈ ഡേ ഫോർ ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിന് എപ്പോഴും അതിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം ഇവിടെ ഒരു കോൺവെർസേഷൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇംഗ്ലീഷും ജഡ്ജും. ഓക്കെ, അത് നമുക്ക് കൊടുത്തുള്ള ജഡ്ജില്ലേ, ജഡ്ജും ഇംഗ്ലീഷും കൂടെയുള്ള കോൺവെർസേഷനാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അത് ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജഡ്ജ് എന്നിട്ട് ഇംഗ്ലീഷിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ഓക്കെ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ ആളുടേതായ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷും ജഡ്ജും തമ്മിലുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് പറയാണ്, വാട്ട് ഐ ഹാവ് ഡൺ ദാറ്റ് യു ഹേറ്റ് മീ സോ മച്ച്. ഓക്കെ, ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്ത്, ഓക്കെ, ഞാൻ അങ്ങനെ നിങ്ങൾ ഹേറ്റ് ചെയ്യാൻ മാത്രം ഇല്ലെങ്കിൽ ഇത്രയ്ക്കും എന്നെ ഒരു ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മാത്രം ഞാൻ എന്താ ചെയ്ത് എന്നിട്ട് ഇംഗ്ലീഷ് ജഡ്ജിനോട് ചോദിക്കാണ്. ഓക്കെ, അപ്പം ജഡ്ജ് പറയാണ്, നിങ്ങൾ എപ്പോഴും യു ആർ ദ ലാംഗ്വേജ് ഓഫ് അവർ ഒപ്പോസിസസ്. ഓക്കെ, അപ്പോൾ നീ എന്ന് പറയുമ്പോൾ യു ആർ ദ ലാംഗ്വേജ് ഓഫ് അവർ ഒപ്രസേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താ നീ എന്ന് പറയുമ്പോൾ എന്താ ഞങ്ങൾ ഓപ്പോസിറ്റ് പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്കാർ അല്ലെങ്കിൽ ഒപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലാംഗ്വേജാണ് നീ. ഒരിക്കലും നിന്നെ ഞങ്ങൾ എന്നിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഓക്കെ, നീ ഒരുപാട് നീ അടിപൊളിയാണ് അല്ലെങ്കിൽ സൂപ്പറാണെന്നൊക്കെ നീ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് തോന്നിയിട്ടില്ല, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജഡ്ജ് വന്നിട്ട് ഒരാൾ പറയാണ്. ഓക്കെ, നീ എപ്പോഴും ഞങ്ങളുടെ നേഷൻ എന്താണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ്മെൻ എന്ന് പറയുമ്പോൾ നീ എപ്പോഴും ഞങ്ങളെ സ്ലേവായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ. എപ്പോഴും ഞങ്ങൾ സ്ലേവായിരുന്നു. ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്ന മുമ്പ് പീപ്പിൾസ് എല്ലാം സ്ലേവ് ആയിരുന്നു. ഇപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ സ്ലേവ് ആയിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ലാംഗ്വേജിൻ്റെ സ്ലേവ് ആയിട്ട് ഞങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങളതിനെ സമ്മതിക്കില്ല എന്നിട്ട് ജഡ്ജ് നമ്മളെ ഇംഗ്ലീഷിനടുത്ത് പറയുന്നതാണ്. ഓക്കെ, യു സ്പീക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ജഡ്ജിൻ്റെ അടുത്ത് നമ്മൾ ഇംഗ്ലീഷ് പറയണം. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ ജഡ്ജി വന്നിട്ട് ഇംഗ്ലീഷിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അടുത്ത് തന്നെ ഇംഗ്ലീഷാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾ പറയാണ്, നീ നല്ലോണം ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആളവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജഡ്ജ് പറയാണ്, വെൽ ഐ വോണ്ട് ബി ഫ്ലാറ്റേർഡ് ബൈ ദിസ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ട് നീ പൊക്കി പറഞ്ഞാൽ ഞാൻ ഇതിലൊന്നും വീഴുന്ന ഒരാളല്ല. ഓക്കെ, എന്ന് പറഞ്ഞിട്ട് ആളെന്താ നമ്മുടെ ജഡ്ജ് വന്നിട്ട് ഇംഗ്ലീഷിനടുത്ത് പറയാം, എനിക്ക് നിൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് ആയിട്ട് ഒരു കാര്യം ഇല്ല, ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വീഴില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജഡ്ജ് അവിടെ പറയണം. ഓക്കെ, ഐ വോണ്ട് ബി ഫ്ലാറ്റേർഡ് ബൈ ഇറ്റ് സേസ് ദ ജഡ്ജ്. ഓൾ ഓഫ് ലാംഗ്വേജ് ഓഫ് ദോസ് ഹു ആർ അവർ പൊളിറ്റിക്കൽ ഒപ്രസേഴ്സ് വി ഡോണ്ട് വാണ്ട് യു എനി മോർ ഇൻ അവർ മിഡ്സ്.
പ്ലീസ് ബി ഗോൺ, വേർ ഷാൽ വി ഗോ. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നുണ്ട് പൊളിറ്റിക്കലായിട്ട് നീ എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നീ എപ്പോഴും, നമ്മുടെ ജഡ്ജ് ഇംഗ്ലീഷിൽ പറയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല, നീ എപ്പോഴും ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്രസേഴ്സ് ആണ്. ഓക്കെ, നീ ഞങ്ങളുടെ നാട് വിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലീസ് ബി ഗോൺ. ഓക്കെ, നീ എന്തായാലും ഞങ്ങളുടെ നാട് വിട്ട് പോയേ പറ്റൂ. ബി ഗോൺ പറഞ്ഞാൽ ഗോ അവേ. ഓക്കെ, അപ്പോൾ നീ നാട് വിട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട് വേർ ഷാൽ ഗോ. ഓക്കെ, വേർ ഷാൽ ഐ ഗോ, അപ്പോൾ ഞാൻ എവിടെയാണ് ഞാൻ പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിക്കുകയാണ്. ഓക്കെ, അതിന് തിരിച്ചാൾ നമ്മുടെ ജഡ്ജ് വന്നിട്ട് ആൻസർ പറയാണ് ടു യുവർ ഓൺ കൺട്രി. നീ എവിടെ നിന്നാണോ വന്ന് അവിടേക്ക് തന്നെ നീ തിരിച്ച് പോയിക്കോ, നിൻ്റെ കൺട്രിയിലോട്ട് തന്നെ പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൺട്രിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, ഇതാണ് എൻ്റെ കൺട്രി. ഓക്കെ, എൻ്റെ കൺട്രി എനിക്ക് എത്ര ഇഷ്ടമാണ്, അതിൻ്റെ കൂടുതലും എനിക്ക് ഈ ഒരു കൺട്രി എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ആളവിടെ പറയുന്നുണ്ട്. പിന്നെ ആൾക്ക് കുറേ സങ്കടങ്ങളാണ് നെക്സ്റ്റ് പറയുന്ന കാര്യങ്ങൾ. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്നത്തെ ഇന്ത്യയിൽ എന്നിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, സെക്കൻഡ് ലാംഗ്വേജ്, തേർഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ തൗസൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരിക്കലും ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുക്കുന്നില്ല. ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യണം എന്നെ, അതൊന്നും കൊടുക്കുന്നില്ല. ക്ലാസ് റൂമായിട്ട് മാത്രം ഒതുങ്ങി പോവാണ് എൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ആളവിടെ പറയുന്നുണ്ട്. ചില ക്ലാസ്സസിലൊക്കെ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തന്നെ പാടില്ല, മദർ ടങ്ങിൽ മാത്രം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈവൻ ക്ലാസ് റൂമിൽ പോലും എന്നെ ബാനിഷ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ജഡ്ജിനടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത ഒരു നെക്സ്റ്റ് 4 ലൈൻസിൽ നിന്നിട്ട് നമ്മുടെ നാട്ടിനെ കുറിച്ച് ആൾ കുറച്ചുകൂടി ഒന്ന് പൊക്കി പറയാണ്, അല്ലെങ്കിൽ നാട്ടിനെ ആൾക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ലവ്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നിട്ട് ലവ് ടുവേർഡ്സ് അവർ കൺട്രി. ഓക്കെ, അതാണ് നെക്സ്റ്റ് 4 ലൈൻസിൽ നമ്മുടെ ഇംഗ്ലീഷ് എന്നിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുൾ മെനി എ ഗ്ലോറിയസ് മോർണിംഗ് ഐ ഹാവ് സീൻ ഫ്ലാറ്റൺ ദ മൗണ്ടൻ ടോപ്സ് വിത്ത് സോവൻ ഐ കിസ്സിംഗ് വിത്ത് ഗോൾഡൻ ഫേസ് ദ മീഡോസ് ഗ്രീൻ ഗ്ലൈഡിംഗ് പെയിൽ സ്ട്രീം വിത്ത് ഹെവൻലി ആൽക്കമി. ഓക്കെ, നെക്സ്റ്റ് ആൾ പറയുന്നത് എന്താണ്, അതായത് രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്ലോറിയസ് മോർണിംഗ് ആണ്, എവിടെ നോക്കിയാൽ ഹിൽ ടോപ്സും നല്ല ഭംഗിയുള്ള ഒരു സിനാരിയോ ആണ് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ രാവിലെ എണീക്കുമ്പോൾ എന്താണ് ഗോൾഡൻ ഫേസ്, ആ സൺഡേ ഗോൾഡൻ ഫേസും എവിടെ നോക്കുമ്പോൾ ഫുള്ളും മെഡോസിന് വന്നിട്ട് ഈ ഒരു സൺ വന്നിട്ട് കിസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രീംസ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഭംഗിയാണ്. ഓക്കെ, എനിക്ക് ഒരിക്കലും ഈ നാട് വിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യത്തെ ഒരു ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഇന്ത്യത്തെ ഉള്ള ഒരു സിനാരിയോ ആണ്, നേച്ചറിനെയാണ് അവിടെ ആ ഒരു 4 ലൈൻസ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് എന്നിട്ട് ജഡ്ജിൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പാടിയത് ഈ ഒരു 4 ലൈൻ എന്നിട്ട് എന്താണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേക്സ്പിയർ പാസേജിന് എടുത്തതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒന്ന് ഞാൻ നമ്മുടെ കൺട്രിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആളവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജഡ്ജ് ഇതൊന്നും കേട്ടിട്ട് ഫ്ലാറ്റ് ഒന്നും ആവുന്നില്ല. ഓക്കെ, ആളിതിലൊന്നും വീഴുന്നില്ല. ആൾ പറയുന്നത് എൻ്റെ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാവുന്ന ഒരു സമയമല്ല, നിൻ്റെ ഈ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വേസ്റ്റ് ചെയ്യാവുന്നതല്ല, നീ എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിലോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആൾ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട് വൈ ആർ യു ഡെഡ് സെറ്റ് അഗെയിൻസ്റ്റ് മീ, എന്തിനാണ് ഇത്രയ്ക്ക് നിങ്ങൾക്ക് എന്നെ ഹേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ് ഇത്രയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്തിനാണ് പുറത്താക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആളോട് പറയണം. ഓക്കെ, എനിക്ക് എന്നിട്ട് ആൾ പറയുന്നത് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, എന്തിനാണ് എന്നെ ഇവിടുന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്, അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണല്ലോ ഇന്ത്യത്തെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചോദിക്കുകയാണ്, എനിക്ക് അതിൻ്റെ റീസൺ അറിയണം എന്ന് പറഞ്ഞിട്ട് ആൾ പുറത്ത് പോകുമെന്ന് പറയുന്നുണ്ട്, ഗോ അവേ അല്ലെങ്കിൽ ബി ഗോൺ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തിനാണ്, വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്നുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ജഡ്ജിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നുണ്ട്, അതായത് ഏതൊരു ഒരു സിറ്റിസൺസിനാണെങ്കിലും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് വന്നിട്ട് ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ അതിനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷേ നിനക്ക് അതൊന്നും അപ്ലൈ അല്ല എന്നൊക്കെ ചോദിക്കുന്നത് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുകയാണ്. ബിക്കോസ് യു ആർ നോട്ട് എൻ ഇന്ത്യൻ ആണ് അതൊക്കെ, ഇന്ത്യൻ സിറ്റിസൺസാണ് അതൊക്കെ ഫോളോ ചെയ്യേണ്ടത്, ബട്ട് യു ആർ നോട്ട് എ ഇന്ത്യൻ എനിമോർ. ഓക്കെ, ഇല്ലെങ്കിൽ ഇനി ഇന്ത്യൻ അല്ല, യു ആർ നോട്ട് എൻ ഇന്ത്യൻ, അതുകൊണ്ട് നീ ഒരിക്കലും നിനക്ക് അതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നിട്ട് ആളവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആളവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ എം മോർ ഇന്ത്യൻ ദാൻ യു എവർ ബി. ഓക്കെ, നീ ഇന്ത്യൻ ആണ് എന്ന് പറയും, ജഡ്ജിനോട് ചോദിക്കാൻ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, നിങ്ങളൊരു ഇന്ത്യൻ അല്ലേ, അതേപോലെ ഞാനും ഒരു ഇന്ത്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മേ ബി ഒരു 40 അല്ലെങ്കിൽ 50 60 ഇയേഴ്സ് അല്ലെങ്കിൽ 70 ഇയേഴ്സ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഈ ഒരു നാട്ടിൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു 60 or 70 ഇയേഴ്സിലായിട്ട്, പക്ഷേ ഞാനിവിടെ വന്നിട്ട് 200 ഇയേഴ്സ് ആയി കഴിഞ്ഞു. ഓക്കെ, ഈവൻ മോർ 200 ഇയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 200 ഇയേഴ്സ് അല്ലെങ്കിൽ 200 ഇയേഴ്സ് മുകളിൽ ആയി ഞാനിവിടെ വന്നിട്ട്, അപ്പോൾ ഞാനാണ് ഇവിടുത്തെ എന്താണ് ഒരു സീനിയർ സിറ്റിസൺ, നിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു. നിങ്ങൾ ഇതിന് മുമ്പേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന മുമ്പും ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷവും ആളിവിടെ ഉണ്ട് അല്ലേ, അപ്പോൾ അത്രയ്ക്കും പഴക്കമുള്ളൊരു പേഴ്സണാണ് ഞാൻ ഇവിടെ. ഓക്കെ, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കുന്ന ഒരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യാണ്.
അപ്പോൾ നമ്മൾ ജഡ്ജ് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ, നമ്മൾ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ക്വിറ്റ് ഇന്ത്യ എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഇംഗ്ലീഷ് മെന്ന് മാത്രമല്ല ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൂടി ഞങ്ങൾ പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പോൾ നീ എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആൾ പറയാണ്. അപ്പോൾ ഇത്രയും നേരം ആൾ കേട്ട് ടോളറേറ്റ് ചെയ്തു, പക്ഷേ ആൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഇയാൾ പറയുന്നത് കേട്ടിട്ട് ആൾക്ക് ഒരിക്കലും പറ്റുന്നില്ല. ഓക്കെ, എന്നിട്ട് ആളവിടെ പറയുന്നത് നീ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഓഫ് ഇംപീരിയലിസ്റ്റ് ആണ്, റെഡ് ടാപ്പിസ്റ്റ് ആണ്, ഓക്കെ, ഡിയാബോളജിക്കൽ ലീഗലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിനെ പറയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആൾ നിന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ആൾക്കൊരു ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവിടെ ജഡ്ജ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് വന്നിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജഡ്ജിൻ്റെ അടുത്ത് പറയാണ്. ദ ഹംബിൾ ഓതർ ഹു ഗോട്ട് ഹിസ് ഇംഗ്ലീഷ് വർക്ക് എന്നിട്ട് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു പണ്ഡിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ കൊണ്ട് ആൾ ചോദിക്കാൻ. അപ്പോൾ ആൾ പറയുന്നുണ്ട് അറിയാം, അതിലെന്താ പ്രശ്നം എന്ന് ചോദിക്കും. അപ്പോൾ ഇംഗ്ലീഷ് പറയാണ്. അപ്പോൾ ഹി ഹാഡ് ദ ട്രാൻസ്ലേഷൻ ഡൺ ബൈ പണ്ഡിറ്റ് ഹു അപ്പിയർ ടു ഹിം വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആളെന്താ ആ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്വന്തം ലാംഗ്വേജിൽ എഴുതാൻ പറ്റാണ്ട് ആൾ കുറേ ഇംഗ്ലീഷ് വേർഡ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജാണ് ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ ചെയ്താൽ പോരെ. എന്തിനാണ് എന്നെ യൂസ് ചെയ്തത് അവിടെ, എന്തിനാണ് കുറച്ച് വേർഡ്സ് ഇംഗ്ലീഷ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാൻസ്ക്രിറ്റ് വേർഡ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഉറുദു വേർഡ്സ് യൂസ് ചെയ്യാം, ഹിന്ദി യൂസ് ചെയ്യാം, ഓക്കെ, മലയാളം, തമിഴ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ അവിടെ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എന്താണ് കുറേ വേർഡ്സൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാനില്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ജഡ്ജിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് യു നോട്ട് കൺസേൺ യുവർ സെൽഫ് വിത്ത് ദിസ് പ്രോബ്ലം, വി വാണ്ട് യു ടു ഗോ. ഓക്കെ, അപ്പോൾ ആൾ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ദ മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്താണ്, എന്നാൽ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറയുന്നുണ്ട് ആൾ കൊടുത്തിട്ട്, അതായത് നിങ്ങളിപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ഗോഡസ് സരസ്വതി ആയിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ കുങ്കും വെച്ചിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു സാരി എടുത്തിട്ട് വന്നാൽ എങ്ങനെയൊക്കെ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ജഡ്ജിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ വന്നാൽ പോലും നിങ്ങൾ എന്തായാലും എന്നെ എന്നിട്ട് ഇന്ത്യൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യില്ല, നിങ്ങൾ അപ്പോഴും എന്നെ പ്രൊട്ടസ്റ്റേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്നെ ബിഗോൺ ഗോ എവേ എന്നെ നിങ്ങൾ പറയുള്ളൂ, എനിക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട് ആളവിടെ പറയാണ്. അപ്പോൾ നമ്മൾ ജഡ്ജ് പറയുവാണെങ്കിൽ ഒരു 15 വർഷം എഴുതും, അതാണ് ഈ 15 years. ഓക്കെ, ഈ ടൈറ്റിൽ നമ്മുടെ ഈ ഒരു എസ്സേൻ്റെ ടൈറ്റിൽ 15 yearsലെ. അപ്പോൾ ആ ടൈറ്റിലിൻ്റെ റെഫറൻസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു എസ്സേൻ്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് 15 years വേണമെങ്കിൽ ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കാൻ 15 years ഫ്രം വാട്ട് ടൈം. ഓക്കെ, നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ്. ആൾ ചോദിക്കുന്നുണ്ട് 15 years എന്ന് പറഞ്ഞു. ഓക്കെ, ഏത് സമയം തൊട്ടാണ് ഈ 15 years കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ജഡ്ജ് വല്ലാണ്ട് ടെൻസ്ഡും പെർപ്ലെക്സ്ഡ് അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാണ്. ശരിയാണല്ലേ, 200 years ആയിട്ട് ആൾ ഉണ്ട്, ഇനി എത്ര കാലം ഉണ്ടാവും എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇംഗ്ലീഷ് ലാംഗ്വേജിന്, അല്ലേ. അപ്പോൾ ആൾ മുമ്പ് തന്നെ വന്നിട്ടുണ്ടെന്ന് ആദ്യം തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 years എന്ന് പറയുമ്പോൾ ഏത് കാലം തൊട്ടാണ്, അതായത് ആദ്യം തൊട്ട് തന്നെ ആണെങ്കിൽ എപ്പോഴോ കഴിഞ്ഞു, ഇനി ഇപ്പം തൊട്ടാണോ ഇല്ലെങ്കിൽ എപ്പോൾ തൊട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആളവിടെ ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ജഡ്ജ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ആൾ അവിടെ നിന്ന് എണീറ്റ് പോകണം. ഐ വിൽ നോട്ട് അലോ എനി മോർ ഡിസ്കഷൻ ഓൺ ദിസ് സബ്ജക്റ്റ്. ആൾ പറയേണ്ടത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഡിസ്കസ് ചെയ്യാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഐ റോസ് ഫോർ ദ ഡേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആൾ ആ ദിവസത്തിൻ്റെ കോളഫ് ചെയ്യണം, അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു ദിവസം ആൾ തീർക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുന്ന് ആൾ എണീറ്റ് പോയി. ഓക്കെ, ചേർന്ന ആൾ എണീറ്റ് പോയി, അതുകൊണ്ട് ഈ ഒരു എസ്സേ വന്നിട്ട് കഴിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസും ഇംഗ്ലീഷിൻ്റെ സ്റ്റേറ്റസും ബിഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇമ്പാക്റ്റ് ആണെങ്കിലും ഫ്യൂച്ചറിലുള്ള ഇൻഫ്ലുവൻസ് ആണെങ്കിലും ഒക്കെ ഇതുവരെയുള്ള ഇമ്പാക്റ്റ് ആണെങ്കിലും എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഏതൊരു രീതിയിലാണെങ്കിലും ഇംഗ്ലീഷിനായി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആസ് എ ഇന്ത്യൻ ആയിട്ട് നമ്മുടെ ജഡ്ജിനും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ലൈൻ ബൈ ലൈൻ സമ്മറി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സോ ഇല്ലെങ്കിൽ ക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എല്ലാം നിങ്ങൾക്ക് കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.